Okay, I'm the Director of Literature Across Frontiers, the organization that has brought you this session. We are based in the UK, in Wales, and we work internationally, bringing together writers, poets, and audiences and readers. It's a real pleasure to be here in Kerala. We have worked in India for almost 15 years, and Kerala has a very special place in my heart and in my mind. And it's a pleasure as well to be reunited with two poets who everybody knows, they don't need an introduction, Anita Thampi and Anwar Ali, who we have worked with over the years. And again, great pleasure to bring them together with the poets who came from the UK. And I will introduce them in a minute. What I want to say about who is here today from the United Kingdom, we wanted to show the UK as a multilingual, multicultural nation, as a country that respects, not always, but respects multilingualism, and which actually its connections are not always defined by its colonial past. So we have here somebody who is from Mexico, and she lives in Scotland, and it's Juana Adcock. She's a poet, translator, and editor, a wonderful person. And then we have at the end of the row, we have Luna Montenegro and Adrian Fisher, who work together. They are a couple, and they work together as artists. So they work under the name Montenegro Fisher, and they are poets, artists, performers. And I will now pass on welcome them, and I will, with a round of applause, and I will pass the word to Juana. You will start. They will read and perform and discuss about poetry and translation. പ്രിയമുള്ളവരെ, ഈ സെഷനിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു സീക്വൻസ് സങ്കല്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അവതരണങ്ങളും പരിഭാഷകൾ ഒരുപാട് വായിക്കുന്നില്ല. ചെറിയ തോതിൽ സംഭാഷണങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ കവിത വായന കഴിഞ്ഞിട്ട് ഒരു ഭാഗമോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഹ്വാന അഡ്കോക്കാണ് ആദ്യം വായിക്കുന്നത്. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം, അവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അലക്സാണ്ടർ പറഞ്ഞ പോലെ അവരൊരു മെക്സിക്കൻ കവിയാണ്, പരിഭാഷകയാണ്, എഡിറ്ററാണ്. താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. ഒരു 3 കാവ്യ സമാഹാരങ്ങളാണ്. 2014 പ്രസിദ്ധീകരിച്ച മാൻക എന്നുള്ള സമാഹാരം, 19 സ്പ്ലിറ്റ് എന്ന് പറയുന്ന സമാഹാരം. അത് ഗാർഡിയൻ്റെ 2019 ദ ഗാർഡിയൻ്റെ മികച്ച കവിതാ സമാഹാരങ്ങളുടെ തിരഞ്ഞെടുത്ത പട്ടികയിൽ പെട്ട ഒരു കവിതയാണ്. പിന്നെ 2022 വെസ്റ്റിജിയൽ എന്നുള്ള ഒരു പുസ്തകം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ ധാരാളം പരിഭാഷകളും എഡിറ്റ് ചെയ്തിട്ടുള്ള ആന്തോളജികളും ഒക്കെ ഉണ്ട്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കായിട്ട് തോന്നി. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അത് തെക്കൻ മെക്സിക്കോയിലെ ഗുവേറിയോ എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശത്ത് സംസാരിക്കുന്ന ലിപിയില്ലാത്ത ഒരു ഭാഷയുണ്ട്, മേഫ. ആ ഉച്ചാരണം ഞാൻ സങ്കല്പിച്ച് പറയുകയാണ്, ശരിയാണെന്ന് വിചാരിക്കുന്നു. മേഫ എന്നുള്ള ഭാഷയിൽ അത് ആദിഭാഷയാണ്, ആദിവാസി ഭാഷയാണ്. അതിലെ ഹൂബർട്ട് മത്യുവ എന്ന പേരുള്ള കവിയുടെ ഈ ദ ഡോഗ്സ് ഡ്രംഡ്, നായകൾ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതിൻ്റെ ഒരു പരിഭാഷയാണ് ചെയ്യുന്നത്. അമ്മ മെക്സിക്കൻ ആണ്, അച്ഛൻ ഇംഗ്ലീഷുകാരനാണ്. ഹ്വാന ജനിച്ചതും വളർന്നതും മെക്സിക്കോയിലാണ്. വളർന്നു എന്ന് പറയുമ്പോൾ ഹ്വാന എടുത്തു പറയുന്ന ഒരു കാര്യം, അവിടുത്തെ ഈ സാമൂഹ്യമായ വംശീയമായിട്ടുള്ള വേർതിരിവുകൾ, വിവേചനങ്ങളൊക്കെ കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. മെക്സിക്കോയിൽ 68 തദ്ദേശ ആദി ഭാഷകളുണ്ടത്രേ, 68. അപ്പോൾ ഈ സ്പാനിഷ് അധിനിവേശത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ ഈ ഭാഷകൾക്ക് അടിച്ചമർത്തപ്പെട്ട് പോരുന്നവയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഭാഷകളിൽ ഉണ്ടാവുന്ന കൃതികളെ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു മനസ്സോടെ ഇതിനെ പരിഭാഷപ്പെടുത്തി കൊടുത്തുന്ന ഒരു ശ്രമത്തിൽ, അതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു ശ്രമത്തിൽ ശ്രദ്ധയോടെ ഏർപ്പെടുന്ന ആളാണ്.
അതുപോലെ വേറൊരു സമീപനം, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇക്കാലത്ത് അരികുകളിൽ നിന്നുള്ള ഒരു ജീവിത ദർശനം, അപ്പോൾ മുഖ്യധാരയുടെ ഭാഗമല്ലാത്ത പലവിധങ്ങളായിട്ടുള്ള ജീവിത ദർശനങ്ങൾ, ജീവിത രീതികൾ, ഇതൊക്കെ പ്രധാനമാണ്. അതിനെയൊക്കെ പിന്തുടരേണ്ടതും അതിനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണെന്നുള്ള വിചാരത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഇവിടെ വായിക്കുന്ന പ്രളയപ്രാർത്ഥന, ഫ്ലഡ് പ്രയർ എന്ന് പറയുന്ന ഒരു കവിതയാണ്. 3-4 കവിതകൾ വായിക്കുന്നുണ്ട്. അതിൽ പരിഭാഷ നമ്മൾ വായിക്കുന്നത് ഫ്ലഡ് പ്രയറാണ്, പ്രളയപ്രാർത്ഥന. ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 2018 നമ്മളുടെ ഈ ഷട്ടറുകളൊക്കെ ഇങ്ങോട്ട് തുറക്കുകയും കുതിച്ചു പാഞ്ഞ് വെള്ളം എല്ലാത്തിനെയും കുത്തി ഒഴുക്കിക്കൊണ്ട് വരികയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് ഈ കവിതയിൽ അറിയാൻ പറ്റി. ഇതിൽ ഈ കവിതയെക്കുറിച്ച് ഞാൻ ചോദിച്ചു ഹോനയോട്. അപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു തരം ഉച്ചാടനം പോലെ ഈ മെക്സിക്കൻ ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളോട് ഒഴിഞ്ഞു പോ, അകന്നു പോ എന്ന് പറയുന്ന ഒരു ഉച്ചാടനത്തിൻ്റെ സ്വഭാവമുള്ള ഇപ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനയുടെ രൂപം ഉപയോഗിച്ചുകൊണ്ട് എഴുതിയതാണ് എന്നുള്ളതാണ്. അത് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി അവതരണത്തിലേക്ക് നമുക്ക് കടക്കാം. Thank you very much for the introduction, Anita, and it's a real honor to be here and to share this space for you. Thank you to Alexandra and Literature Across Frontiers for bringing us. This is a wonderful opportunity for us to share our work. And I'm going to start by reading a poem about a plant called hogweed. This is a plant that in the UK is an invasive species. It grows 2 meters tall, and where this plant grows, nothing else can grow. So it kind of alters and damages the environment. And I'm going to get some help from Luna and Adrian for the sound effects. But yeah, so it's a reflection on what happens when we get rid of diversity. I went down to the river in search of a word, and all I could find was hogweed, giant hogweed, crowding out the banks like a rainforest. Hogweed. Flowering white as thrush, scented as elder. Hogweed. Exotic in a Victorian postcard. Hogweed. The only plant survivor of a nuclear holocaust. Hogweed. Towering above the flight of a biped. Hogweed. Succeeding amidst harsh market conditions. Hogweed. Eyes upturned at the height of the argument. Hogweed. Cauliflower blossom brains drying out in the sun. Hogweed. Standing steadfast amidst the chance of rain. Hogweed. Stuck in perma-adolescence. Hogweed. Homogenizing like a monocrop. Hogweed. Ornamental and phototoxic. Hogweed. Scrolling past under the flick of a finger. Hogweed. Heracleum mantegasianum. Hogweed. Monstera has nothing on it. Hogweed. Recolonizing the old world. Hogweed. Level-headed rebel. Hogweed. Reproduction unfolding ad infinitum. Hogweed. Calling back to the embryonic. Hogweed. The end of bells around towns. Hogweed. The end of bells around necks. Hogweed. Drawing a portrait from memory. Hogweed. Having the last laugh. I
Thank you. This next poem I'm going to read is titled Self-Serve Slurpee, in reference to the sherbet type drink that you can get in America. And it's about the border between the US and Mexico in the Californian side. And we often think of the border as, okay, this is where America ends, this is where Mexico ends. But when you're there, you find that it's a much more porous and fluid space where they're in dialogue with one another in languages and in cultures. Okay. Driving across the radio stations, I hear locutores de San Diego urging us all the way to Ensenada. Text wealth to 333-111. Peddler entrepreneurs take advantage of sun and traffic jam to sell ripped music on USB sticks and cold drinks from an icebox en la camioneta parked on the hard shoulder. A child is writing something in the dirt with a stick. Text wealth to 333-111. We inch forward a couple of meters and the interference gives way to a man singing his masculinities in Spanish. You deserve to be treated in a way that I'm unable to love. I lust for you one day, I'm cold-hearted the next, and I don't know why, and I don't know why. Text wealth to 333-111. Marching bands on hire for declarations of love. Tambores y trombones blaring at the couple bailando en la playa. She was smiling, head back, hair black like a waterfall. Remember how many times I said to you, how often you were warned. I'm like this, and I cannot change, will take it to my grave. I'm a cruel man, cannot tell the difference between my love and your pain, and your pain. Text wealth to 333-111. The riverbed is fortified in concrete, straight, lifeless transit. It's what they do to rivers in America, sanitize and fortify. The road signs keep giving the option to return to San Diego or keep taking wrong turns in the carousel that Tijuana is. Text wealth to 333-111. 200 kilometers from the border, a couple in the hotel room next to mine argue in Spanish. They switch to English, stepping into their perfect American accents. She becomes louder, more assertive, and he quieter. After slamming and shuffling, he returns to the room in Spanish, louder now, macho. This goes on, but on Instagram son la envidia de los amigos. They have rented their own private chunk of the beach to do this. The sign outside our room says, Playa cerrada, agua contaminada, evite contacto con el agua hasta nuevo aviso. And the last poem I'm going to read is from my collection Split. And it's called Flood Prayer. We have a wonderful translation into Malayalam by Anita and Anwar. So I'm so grateful for that. And just to give a bit of background about this poem, it's based on a traditional prayer or incantation from the Tzotzil language that is spoken in southern Mexico, in Chiapas. And this is a region that is very badly affected by natural disasters. There are lots of hurricanes and floods,
and landslides, and every so many years they have to kind of rebuild the whole thing again. So this adds to the injustice and inequality that people are suffering in these regions, which are the poorest in the country. And it often happens like this, where the least wealthy areas are the ones worst hit by disaster. So I wanted to write this poem as a way to ask the flood to go somewhere else. And this is the way that this prayer works for many different things, not only floods, but it could be illnesses, it could be bad spirits, evil eye, tigers, anything, you name it. There's a kind of structure, so I'm following that structure and adding my own words. Flood prayer. Hear me, myself, my hand of the 5 guardians and a single spillway says, you are not needed here. Says, here the stone and the woods are drunken. Says, there they cry out for you in the blazing plains. Says, there they seek out your jade skirt. Our mop of people, our hands the color of prickly pears. Say, there the wind beaten in 9 places. Say, there you will bathe, there you will cleanse. The one born in your hand, the one who lived in your hand. Not tomorrow, not the day after tomorrow. Here, now, loosen your fists and let go of earth, trees, roots, pylons, palm trees, high-rise, slippage, bent cars. Loosen your fists and drop elevators, satellites, glass, pools, clay, waves down the incline. The colors of cortex we never saw below. Electrified saturations, dragged dogs, waterlogged, burnt hair, offshoots of earth, tidal. Pánuco, Tamesí, Xigüe, Guayalejo, undone in refuges. It rains, our faces turn into boats. Our boots into barro, mudslide, encharcadas. Chubasco, Chabacano, Parra, Teclandeando, Chuquiumbamba, Desgarrar, Alterniesto, Nunca Oscura, Fuga de. ഞാൻ ഈ കവിതയുടെ പെട്ടെന്നുണ്ടാക്കിയൊരു മലയാളം വായിക്കാം. പെട്ടെന്ന് നമ്മളൊരു വ്യവഹാര ഭാഷയ്ക്കകത്ത് നിന്നിട്ട് വിവർത്തനം ചെയ്യാൻ വളരെ പ്രയാസമുള്ളതും എന്നാൽ കവികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഒരു ജോലിയുമാണിത്, ഇങ്ങനത്തെ കവിതകൾ ചെയ്യുക എന്നുള്ളത്. ഒരു പക്ഷേ ഇത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ കുറേ കൂടെ മാറും വിവർത്തനം. ഇപ്പോൾ ഉള്ള രൂപത്തിൽ അത് വായിക്കാം. പ്രളയ പ്രാർത്ഥന. ഇതാ ഞാൻ തന്നെ, എൻ്റെ കയ്യ് 5 കാവലാളുകളുടേത്. ഒരേ ഒരു സ്പിൽവേ ചൊല്ലുന്നു, നിന്നെ ഇവിടെ വേണ്ട. ചൊല്ലുന്നു, ഇവിടെ കല്ലും മരങ്ങളും കുടിച്ചു കുന്തം മറിഞ്ഞവർ. ചൊല്ലുന്നു, കാളുന്ന സമതലങ്ങളിൽ അവർ നിന്നെ വിളിച്ചു കരയുന്നെന്ന്. ചൊല്ലുന്നു, അവരവിടെ നിന്റെ ഞൊറിപ്പാവാട തിരയുന്നെന്ന്. ഞങ്ങൾ ചൂലാളുന്നവർ, ഞങ്ങളുടെ കൈകൾക്ക് കള്ളിമുള്ളിൻ്റെ നിറം. ചൊല്ലുന്നു, അവിടെ 9 ഇടങ്ങളിൽ കാറ്റ് തൊറ്റുപോയെന്ന്. ചൊല്ലുന്നു, നിന്റെ കൈകളിൽ പിറന്നവളെ, നിന്റെ കൈകളിൽ വളർന്നവളെ, അവിടെ നീ കുളിപ്പിച്ചെടുക്കും, വെടിപ്പാക്കിയെടുക്കും.
നാളെയല്ല, മറ്റന്നാളല്ല, ഇവിടെ ഇപ്പോൾ. കൈപ്പിടികൾ വിടർത്തി വിടുവിക്കൂ. മണ്ണ്, മരങ്ങൾ, വേരുകൾ, പെരുന്തൂണുകൾ, പനമരങ്ങൾ, തെന്നുന്ന എടുപ്പുകൾ, ചളുങ്ങിയ കാറുകൾ, കൈപ്പിടികൾ വിടർത്തി വീഴ്ത്തൂ. എലിവേറ്ററുകൾ, സാറ്റലൈറ്റുകൾ, ചില്ലുകൾ, കുളങ്ങൾ, ചെളി ചെരിവിറങ്ങുന്ന തിരകൾ, കീഴേ കണ്ടിട്ടില്ലാത്ത പുറന്തൊലി നിറങ്ങൾ, വൈദ്യുത വ്യാപനം വലിച്ചു കൊണ്ടുപോകുന്ന നായകൾ, വെള്ളം കെട്ടിയ കരിഞ്ഞ രോമം, മണ്ണിലെ വേലിയേറ്റത്തിൻ്റെ മുകുളങ്ങൾ, പനുക്കോ തമസി ഷിഗ്വേ ഗ്വയലെഹോ. അഭയങ്ങളിൽ നിന്ന് അഴിഞ്ഞൊഴിഞ്ഞ് പോ. നദികളുടെ പേരുകളാണത്. മഴ പെയ്യുന്നു, നമ്മുടെ മുഖങ്ങൾ തോണികളായി മാറുന്നു, ബൂട്ടുകൾ മണ്ണിടിച്ചിലിൽ കുഴഞ്ഞു വീഴുന്നു. എഞ്ചർക്കാദസ് ചുബാസ്കോ ചബക്കാനോ പാറ തെക്ലാദയാന്തോ കുംബിയാമ്പ ദസ് റഗാറൽത്തർ നിയസ്തോ നുൻക ഒസ്കുറ ഫുഗാദേ. She told the pronunciation is almost. See, this is almost fully done by Anida. Today morning only we sit together and just shaped some of the words, but most of the shaping is now just improvised also, in the stage also. We can do it as a original, almost like an original poem later. Yeah. ഇനി ഞാൻ എൻ്റെ 2-3 കവിതകൾ ചൊല്ലാം. മലയാളത്തിൽ. നോ ഇംഗ്ലീഷ്, നോ സ്പാനിഷ്. ആദ്യം 2 കവിതകൾ, അതൊറ്റ കവിതയായിട്ടും വേണമെങ്കിൽ വായിക്കാം. ഇണക്കവിതകൾ എന്നൊരു പൊതു പേര് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് നീ ഉറങ്ങിപ്പോയ തീവണ്ടി. നീ ഉറങ്ങിപ്പോയ തീവണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി മെല്ലെ. നീ ഉറങ്ങിപ്പോയ തീവണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി മെല്ലെ. അന്തിചോക്കുന്ന വിജനതയിൽ കരിവണ്ടി അനങ്ങുകയായി. നായകളൊന്നിച്ച് മൂങ്ങുന്നതുപോലെ വീലു ഞരങ്ങുകയായി. ലോകമെമ്പാടുമേ തീപിടിക്കും പോലെ ചൂളം മുഴങ്ങുകയായി. നീ ഉറങ്ങിപ്പോയ തീവണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയ നേരം. നീ ഉറങ്ങിപ്പോയ തീവണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയ നേരം പൊട്ടിത്തെറിച്ചു നിൻ സ്വപ്നത്തിനുള്ളത്തിൽ ഗൂഢമായി ഞാൻ വച്ച സ്നേഹം. 1000 ചോരച്ച ചീളായി ചിതറി താരാവൃതാകാശമായി. 1000 ചോരച്ച ചീളായി ചിതറി താരാവൃതാകാശമായി. രണ്ടാമത്തെ കവിത ഞാൻ ഉറങ്ങിപ്പോയ തീവണ്ടി. എൻ്റെ ഈ മറ്റേ കവിതയ്ക്കകത്തുള്ള ഉറങ്ങിപ്പോയ ഒരാളുടെ വീക്ഷണകോണിലുള്ള കവിതയാണ്. ഞാൻ ഉറങ്ങിപ്പോയ തീവണ്ടിയിൽ നിന്ന് മിണ്ടാതെ നീ ഇറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയ തീവണ്ടിയിൽ നിന്ന് മിണ്ടാതെ നീ ഇറങ്ങിപ്പോയി. തൊണ്ടയിൽ വിങ്ങുന്ന ദീർഘശ്വാസം പോലെ വണ്ടി അനങ്ങിത്തുടങ്ങി.
ഉള്ളിലിരമ്പും തുരങ്കത്തിലേക്കത് മെല്ലെ ഞരങ്ങിത്തുടങ്ങി. ഏകാന്തത പേയിളകുമൊരോളിയിൽ ലോകം ഇരുട്ടിത്തുടങ്ങി. നീ ഇറങ്ങിപ്പോയ രാവണ്ടി എന്നെയും കൊണ്ട് മടങ്ങും നിമിഷം. നീ ഇറങ്ങിപ്പോയ രാവണ്ടി എന്നെയും കൊണ്ട് മടങ്ങും നിമിഷം. പൊട്ടിത്തെറിച്ചു തീ എഞ്ചിൻ്റെ ചുണ്ടത്ത് ഗൂഢമായി നീ വച്ച സ്നേഹം. 1000 ലോഹച്ചറങ്ങളായി ചിന്നി താരാവൃതാകാശമായി. 1000 ലോഹച്ചറങ്ങളായി ചിന്നി താരാവൃതാകാശമായി. രണ്ടാമത്തെ കവിത തിരിച്ചറി കാർഡ്. തൃശ്ശൂരിൽ പലരും കേട്ടിട്ടുള്ള കവിതയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ സമയത്തും ഈ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ഭരണവർഗം തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കവിതയും തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടത് വീണ്ടും വീണ്ടും ചൊല്ലേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. തിരിച്ചറി കാർഡ്, മഹമ്മൂദ് ദാർവിഷിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന കവിതയുടെ തുടരെഴുത്ത്. എഴുതി വയ്ക്ക്, എൻ്റെ പേര് അലി. തൊഴിൽ വാക്കുകെട്ടൽ, ആധാറില്ല. മക്കൾ ധാരാളം, മിക്കവരും സർവകലാശാലകളിലോ ജയിലിലോ ആണ്. എന്തേ മനം പിരട്ടൽ തോന്നുന്നുണ്ടോ? എഴുതി വയ്ക്ക, എൻ്റെ പേര് അലി. 2:45 മേത്തോ എന്ന് കൂട്ടുകാർ വിളിക്കുമായിരുന്നു. പാടങ്ങളുടെയും പൊലയരുടെയും കരയ്ക്ക് നായന്മാരുപേക്ഷിച്ച കൊട്ടിയമ്പലത്തോട് ചേർന്ന ചായ്പിലാണ് വളർന്നത്. 30 ജുസുവും കമ്മു മാനിഫെസ്റ്റോയും ഓതിയിട്ടുണ്ട്. ശിവരാത്രിക്ക് കാവു തീണ്ടുമായിരുന്നു, അമാവാസിക്ക് കവിതയും. എന്തേ പേടിയാവുന്നു? എഴുതി വയ്ക്ക്, എൻ്റെ പേര് അലി. ഉമ്മയും വാപ്പയും നാടും വീടും തിരുവിതാംകോട് അവിഭക്ത ഇന്ത്യയിൽ ഇല്ലായിരുന്നിടം. കാശ്മീരും ബംഗാളും പഞ്ചാബും പോലെ വെട്ടിമുറിക്കാത്തിടം. എന്തേ എന്തേ രജിസ്റ്ററിൽ പേരില്ലെന്നോ? വേണ്ട, മരിച്ച രാജ്യത്ത് കബറടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കവിതയും കൂടെ ചൊല്ലി നിർത്താം. സ്റ്റാൻ സ്വാമി മൊഴി. സ്റ്റാൻ സ്വാമിയുടെ ഒരു സോളിലോക്കി, സ്റ്റാൻ സ്വാമിയുടെ ആത്മാവിൻ്റെ ഒരു സോളിലോക്കി പോലെ എഴുതപ്പെട്ടതാണ്. യമുനയിൽ വിഷം കലക്കാനോ ഗംഗയിൽ ശവമൊഴുക്കാനോ ഞാൻ കൂട്ടുനിന്നിട്ടില്ല. റാഞ്ചിയിലെ ജലപാതങ്ങളെ കൊന്ന് മലമ്പള്ളയിൽ കെട്ടിത്തൂക്കിയിട്ടില്ല. ധൻബാദിൻ്റെ അയിരു ചൂഴുന്ന കൺകുഴികളിൽ ഊരുകളെ ഉയിരോടെ അടക്കിയിട്ടില്ല. നടന്നോ കിനാപ്പുറത്തോ എത്താനാവാത്ത ഭൂതകാലത്തും വിദൂരത്തും വെച്ച് നിങ്ങൾ എന്നെ വിധ്വംസക വേഷത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ? കൊറഗാവോണിലെ ദളിത സൈന്യത്തിനൊപ്പവും ഗാഗുൽത്തയിലെ മനുഷ്യപുത്രനൊപ്പവും ഞാൻ ആയുധമേന്തിയിട്ടുണ്ട് അല്ലേ? വിറവാദം ബാധിച്ച ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണേ, എൻ്റെ ജീവൻ ഇമ്പിക്കുടിച്ച വ്യാളീ മുഖമേ, തൊണ്ടയിൽ വെള്ളമിറ്റാൻ ഒരു കച്ചിത്തുരുമ്പല്ലേ ചോദിച്ചുള്ളൂ. മിച്ചം വന്ന ഗോത്രജന്തു എച്ചിലല്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് ചാവാറായ എന്നെ വെയിൽത്തറയിൽ പച്ചമീൻ എന്ന പോലെ ജയിലറയിൽ ഉണക്കാനിട്ടു അല്ലേ യുവർ ഓണർ? ഇനി അനിതയുടെ
ആണോ? അടുത്തത് അഡ്രിയൻ ലൂണയുടെ ഒരു പെർഫോമൻസ് ആണ്. അഡ്രിയൻ ലൂണ എന്നുള്ള ഒറ്റ പേരാണ്. അവർ രണ്ട് മനുഷ്യരാണെങ്കിലും അവർ ഒരു പേരിൽ നമ്മുടെ പഴയ സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയല്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് ലൂണ മോണ്ടിനെഗ്രോ, ഇത് അഡ്രിയൻ ഫിഷർ. ഇവരുടെ പേരെന്ന് പറയുന്നത് മോണ്ടിനെഗ്രോ ഫിഷർ എന്നുള്ള ഒറ്റ പേരിലാണ്. അവർ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ ആവിഷ്കാരങ്ങളെല്ലാം ഈ പേരിൽ ഒന്നിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ലൂണ ചിലിക്കാരിയാണ്, ചിലിയിൽ നിന്ന് വരുന്നു, ലണ്ടനിലാണ് താമസിക്കുന്നത്. അഡ്രിയൻ ഇംഗ്ലീഷുകാരനാണ്. ഇവരുടെ ആവിഷ്കാരങ്ങൾ ഒരു പ്രത്യേകത, പലതും വിഷ്വൽ പോയിട്രിയാണ്. അപ്പോൾ അത് നമ്മൾ പരിഭാഷയിലേക്കൊന്നും ശ്രമിച്ചില്ല, അത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ രൂപം, ശബ്ദം ഇതൊക്കെ ചേർന്നുണ്ടാകുന്ന ഒരു അനുഭവം അനുഭവങ്ങൾ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇവരുടെ കവിതകളിൽ പൊതുവെ അവരോട് സംസാരിച്ചപ്പോഴും കുറച്ച് കവിതകൾ വായിച്ചപ്പോഴും മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യരൊഴിച്ചുള്ളതല്ല പ്രപഞ്ചത്തിൽ എന്നുള്ള ഒരു വേർതിരിവിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ, പിന്നെ അതുമായിട്ട് അതിലൂന്നിയിട്ടുള്ള ഒരുപാട് തേടലുകൾ, പിന്നെ പ്രാദേശികത, രാഷ്ട്രീയം, കവിത എന്ന് പറയുന്ന ഒരു കല, ഒരു ആവിഷ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇവരുടെ ഒരു കവിതയുടെ ഒരു പരിസരം എന്ന് പറയുന്നത്. ഇവരൊരുപാട് പിന്നെ വിഷ്വൽ, സൗണ്ട്, വീഡിയോ ഇൻസ്റ്റലേഷൻ, ടെക്സ്റ്റ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇൻസ്റ്റലേഷൻസ്, പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഈ എല്ലാവരും, എല്ലാ സാധനങ്ങളും, എല്ലാ വസ്തുക്കളും, എല്ലാ ജീവികളും എല്ലാം ഒന്നിച്ച് ചേർന്നിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള സുന്ദരമായ ഒരു ജീവിതം എന്നുള്ള നമ്മുടെയൊക്കെ ഒരു സ്വപ്നം പങ്കുവയ്ക്കുന്ന മനുഷ്യരാണ്. ഇപ്പം ഇവർ ഈ കോവിഡിന് തൊട്ട് മുമ്പുള്ള കുറച്ച് കവിത, ട്രീലോജി എന്ന് പറഞ്ഞിട്ട് 3 ഭാഗമുള്ള ഒരു കവിതയുണ്ട്. ട്രീലോജി എന്ന് പറയാം. അപ്പോൾ ഇത് പരിഭാഷപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ശ്രമിച്ച സമയത്ത് ഇവരോട് അന്വേഷിച്ചു, ഇതിൻ്റെ ഒരു പശ്ചാത്തലം അന്വേഷിച്ചു. അപ്പം കോവിഡിന് തൊട്ട് മുമ്പുള്ള കുറച്ച് കാലം ഇവർ ഇന്ത്യയിലുണ്ടായിരുന്നു. കേരളത്തിൽ അവർ ഒരുപാട് യാത്ര ചെയ്തു, കുറേ ആഴ്ചകൾ യാത്ര ചെയ്തു. അപ്പം ആ യാത്രയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ആ സമയത്ത് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, കാലാവസ്ഥ ഇതൊക്കെ ശബ്ദപ്പെടുത്തുന്ന ഒരു അവതരണമാണ് ഈ ട്രിലോജി എന്ന് പറയുന്നത്. അത് നേരെ നമുക്ക് ആദിമധ്യാന്ത പൊരുത്തത്തിലൊരു അർത്ഥമൊന്നും പറഞ്ഞു തരുന്ന ഒരു കവിതയല്ല, പക്ഷേ അതിനകത്ത് അർത്ഥങ്ങളുണ്ട് താനും. ഉദാഹരണത്തിന് ഞാൻ ഈ ആദ്യ ഒരു ഖണ്ഡം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് വായിക്കാം. അതിങ്ങനെയാണ്, ചെറിയൊരു പീസാണ്, ഞാനത് വായിക്കാം. പോളിഗ്രാഫ് ഇലകൾക്ക് കാതോർക്കുന്നു, കാതുകളുടെ അപകോളനീകരണം. ജൈവഗണങ്ങളിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങളിലേക്ക്, കോട്ടയം ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. ജൈവഗണങ്ങളിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങളിലേക്ക്, വേരുകളിൽ നിന്ന് വാനത്തേക്ക്, അതിർത്തികൾക്ക് അന്നമൂട്ടി, കടന്നലുകൾക്ക് കഥയുണ്ടാക്കി, പുസ്തകങ്ങളിൽ നിന്ന് പേരാലോളം, പേരാലിൽ നിന്ന് പുസ്തകങ്ങളോളം, ബുക്സ് ടു ബെനിയൻ ടു ബുക്സ്. അപ്പോൾ പേരാലെന്ന് പറയേണ്ട കാര്യമില്ല, ആലെന്ന് പറഞ്ഞാലും മതി. പക്ഷേ ഇവർ സോണിക്കായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതാണ്. പിന്നെ ഇത് വരുന്നത് ഈ പുസ്തകങ്ങളിൽ നിന്ന് ആൽമരത്തോളം അല്ലെങ്കിൽ പേരാലോളം, അവിടെ നിന്ന് പുസ്തകത്തോളം എന്നുള്ള അത് ഒരു ഇമേജിൽ നിന്ന് വരുന്നതാണ്. ആ ഇമേജ് തിരുവനന്തപുരത്ത് പോയിട്ടുള്ളവർക്കറിയാം. പബ്ലിക് ലൈബ്രറിയുടെ ഇപ്പുറത്ത് സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളുടെ ഒരു നിരയുണ്ട്. അത് ഈ ആൽമരത്തിൻ്റെ വേരിനോട് ചേർത്തിട്ടാണ്. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. പുസ്തകത്തിൽ നിന്ന് വേരിങ്ങനെ തുടങ്ങും, വേരിൽ നിന്ന് പുസ്തകം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇമേജാണ് അത്. അപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഒരു അനുഭൂതി, ആ അർത്ഥവും അനുഭൂതിയും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ആലോചിക്കാൻ ഇടയാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ചന്ദനമോ റബ്ബർ മരമോ ഇലാസ്റ്റിക്കിൻ്റെ വലിച്ചിൽ അന്നന്നത്തെ അലച്ചിൽ ടാപ്പ് ചെയ്യാൻ പോകുന്നവരുടേതായിരിക്കാം. ചന്ദനമോ റബ്ബർ മരമോ ഇലാസ്റ്റിക്കിൻ്റെ വലിച്ചിൽ അന്നന്നത്തെ അലച്ചിൽ. പശുവിൻ പാലിൽ നിന്ന് പുളിത്തൈരിലേക്ക്, വെളിപാടിൽ നിന്ന് വളർപുഷ്ടിയിലേക്ക്, ജാതിക്കായ് വിപ്ലവം, കുരുമുളക് വീര്യമുള്ള വാക്കുകൾ, കടുകുമണി. പിന്നെ ഇതിൻ്റെ ഒരു ആവർത്തനമുണ്ട്. പിന്നെ 2 ഖണ്ഡങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സൈക്ലിക്കായിട്ടൊരു നേച്ചർ വരികയും ചെയ്യും. അപ്പോൾ അവർ പെർഫോം ചെയ്യട്ടെ. ടു യുവർ പെർഫോമൻസ്. താങ്ക് യു. I wanted to thank Anita. That was beautiful. I don't really understand it, but it just sounds so beautiful, the Malayalam. And it has all these like little balls in the writing. It's like a universe.
really like it. Wanted to thank you all for being here. It's great to be here. It's hot and exciting. I want to thank Alexandra and Literature Across Frontiers for doing this project together with Juana, Zoe, Justin, and Anita. And it's really, it's been beautiful. Thank you to the festival. And here we go. Polygraph listens to the leaves. Decolonization of the ear. Species To spices, roots to sky, feeding the borders, defining the wasps. Books to banyan, banyan to books, books to banyan, banyan to books. Sandalwood or rubber, Elastic band tension. Rome to immediacy, Cow's milk to curd. enlightenment to enrichment, Nutmeg, revolution, nutmeg, revolution, nutmeg. revolution, Pepper powered words. Mustard seed, Holy substances, soaps and sticks. intravenous organizations, untouchable verbs, Tongue faints from the lips. inner sanctum, Inner sanctum. munching termite, Formless creations. dematerialized mind, Dematerialized mind. Dematerialized mind. missed, must miss, Mass control. misleading instructions, Moss or mouse narratives. piercing the volume, Reach the gods among the tamarind. reptile to fruit, Becoming a a banana flower. chewed by a flying fox, Genital irrigation. portable karma, Portable karma. karma, Portable karma. This poem is very much about what we do with our planets and what we think to do about other planets, maybe. And it's called The Line and the Light. And it's a line after Jacques Lacan. The actor burns a piece of paper, a piece of folded paper, not a butterfly. NASA wants to terraform Mars, a new type of plastic, Create the the right right conditions for life and death. Balancing combustion is complex. The actor sits under a light bulb, staring at it. Earth things need carbon dioxide to be able to live in or on. Maybe import gases from Jupiter. The actor directs two vast mirrors above
the planetary orbit. Concentrating solar rays on the naked stomach, dry ice evokes effects. Artificial nebulas, poems of matter. Another alternative for terraforming Mars is to shoot nuclear weapons at it. Increasing the atmospheric temperature. But who are the players? The actor walks a fast pace in silence. Boom! Boom. Inside the mind. No illustrations, no tensions in the elastic space-time continuums. Erasure of Marscapes refreshes in a feed. Filling the nothingness, radiating mushrooms through infinite light years. Eternity folded into wooden drawers, left out on the street. Nobody enters the scene. The actor is alone, stage left, the edge, looking down. A small lost object glints back into their eye, into their eye, into their into their eye, into their boom, into their eye, boom, into their eye. So this next poem has some birds, or the birds that we identified when we were doing a residency in Vagamon in the Western Ghats. And these will be some of the bird sounds. We haven't put them yet together with new words, so we're using a poem that was also inspired from here to go with it. Wild as wandering, walk as protest or awake, industrial waste installation, a wasp approaching your nose, the world about to be wiped out, wild as wolf, as winter, wild growl. Cow like free roaming, burning over midnight, over the bridge, over the eye, over the equinox, over the doormat, over the thin tissue separating semblance, grasped in the sacrificial fermentation to temptation, escape all in once. Wild This poem is called Skin to War, and even though we've been doing a project that has to do with eco-poetics,
we're all together. I mean, we're all animals and birds and flowers, and we also are quite difficult animals as humans, and we keep going for wars, which is actually what might end up our world. Or at least for us, I think the animals will be quite happy maybe without us. From skin To war, back to skin. From skull to Saturn, back to skull, to school, to scales, to the arm of a nation, patchy associations, poached eggs, orienteering, first aid, knots, baked beans, lichen. From skin to war, back to skin. Flesh, holes, burns, out on the streets again. Penetration of membranes, viscosity, ointments, temporary solutions, postcards from the front. Traveling, they become invisible. One day you find them again in a shoebox with thousands of old color photographs. Forgetting that you live here and remotely there. Sometimes you live. Sometimes in your skin for protection, regulation, sensation. Sometimes in a box, 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 And this is the last poem that we'll read together. And it's called Speculation. El saqueo tiene que parar, el saqueo tiene que parar, el saqueo de ojos, de oídos, el saqueo de gargantas, el saqueo de lenguas, de ríos, de montañas, de glaciares, de desiertos, el saqueo tiene que parar. The looting, The looting, the looting, the looting has to stop. The looting of Eyes, eyes, of ears, the looting of throats, the looting has to stop. the looting of tongues, The looting of rivers, of mountains, of glaciers, of deserts. the looting has to stop. The looting has to stop. The looting of minds. The The minds have to stop. Shape to the mind, mind to the shape, The shape to to mind, mind. mindlessness, Shape to the mind. Mind less, to shape. ness, Ness, mind, shape to the ness, mind to the shape, the mind to the ness, shape, the shape to mind, less, to mind, ness, mindlessness, ness, lessness, mind, mind, ness, mindless, mind, the looting, less, the looting mind, has to the stop, looting, the looting. the looting has to stop. The looting of The eyes, looting, of the ears, of ears, throats, of the mind, the looting of rivers, less, the looting ness, of deserts, mind, the looting ness, has to stop, mind, the looting less. of everyone, the looting of bodies, the looting has to stop. Thank you very much. We've been collaborating. We've been living with Juana and Zoe. They already left to the UK, and we've been writing every night, and it's been a really beautiful collective experience. So at night we write together, and this is not a finished poem, but we wanted to read it together. Maybe we share this, or we have.
And it has to do with the things that we've been listening to. Maybe you want to say something about sound? Yes, so at night time in Vagamon where we were staying, there was this enormous chorus of insects that we recorded, and so we'll use this as the sound that travels through the back of the poem. Yes, here we go. And the poem is called Empty Empires. Namaskaram, birds of Kerala. Sukamano. Hello, hello. Hello, hello. Vindunkanan. Soon again. Grow. Crow. Grow! Together, held for a moment. As the mountains open up, Inside and outside time. Crowing. estates and plantations, Hugged by the road's rumble. Speed falls, time unfolding. in traces of ownership, Empty empires. Everybody is talking. Everybody's silent. Every bird sings in its language. In its tongue. feather and beak, Sonic skyline. Chirpy wave band. triangular peaks across the jaggery, I am a drop drop of water on a glass. Condensating, dense, invisible, perspiring and mirroring, rising and falling. Reflecting every pulse. Thank you very much. Nani. Yeah, thank you everyone. See, Juana, you expend a fair amount of time for translating the indigenous Mexican language, poetry, and their culture. Not only translating, I think you just search, explore, imbibe, and that transforms your poetry also. I guess like that. See, in Kerala, we have a very good tradition of mainstream Malayalam poetry, and all through our short history of modern poetry, we call it Malayalam poetry. But nowadays, it is deconstructed by some of the new entries of expression from other than Malayalam. So we can now call it only Kerala poetry. I think some of them are here. Some are writing in the tribal languages. Some are writing in, you can call it Malayalam, but totally different from the mainstream Malayalam kind of poetry from the seashore and things like that. And so your translations, and you brought out some books, big books also from that is an inspiring thing for us. Will you please share to us the experience, or briefly share the experience of entering into a language without scripture, but you translate from the oral tradition and convert into the printed volume of poetry. Will you please share some experience? Yes, absolutely, and thank you for that question. I think it's sometimes translating from a language that you don't fully speak can give you kind of more freedom, and I find it's important to kind of be very free in the translation, but also
to travel to the places and interact with the people and really get to know and imbibe, as you say, the culture, which is sadly disappearing from Mexico. Although in recent years there's been more effort to publish more writers, writers in indigenous languages. They've been more awards and grants and more support for these writers, which maybe until the 1980s were completely unknown, very rarely got published. And so slowly it's improving. But I think this needs more support, and translation is one way to really bring the attention onto these voices and making other people aware that there's not a monoculture in Mexico. There's actually a very rich diversity of cultures. There's 68 languages spoken there, all of which have different variants, many of which have never been standardized, and so there's no written tradition. And one of the things that I've done is trying to learn one of these languages, which is Mepa. So I traveled to that region and I interacted with this poet and his family and got to know a lot of the rituals and the prayers that are done there, and really understanding, because when they translate their own language into Spanish, it sounds very ordinary, like they might say flor, for example, flower. But in this word, flower, there's an entire tradition and an entire set of myths and stories and emotional tone and all sorts of things that you can't really convey if you just use that word flower. So that's where the art of the translation and the sensibility of the translator has to come in to really give this a different tone than what you would have if you just wrote the word flower on its own. So a lot of creativity, a lot of asking lots of questions, listening as well. Some of these languages are tonal, which means that if the tone rises or falls, it has a different meaning. So Huba means mountain, but Huba means earth, and so on and so forth. And the poets actually play with this musicality in their poems. And so how do you even translate that if the English is just such a flat language? So you have to try and be playful and try and find ways to really bring the reader into this world that if it weren't for literature would be completely unknown to us if we don't travel there. So I think it's a really important work, and I hope many more people will translate from tribal languages and indigenous languages, just so that we can learn to value all the richness and diversity that we have, and that is in danger of being wiped out by the dominant cultures. What was the process of that collecting their verses? They're mostly, I think 100% it is from oral tradition. They have scripture, no scripture at all. Yeah. How you manage to collect it into and transform it into the print as a form of book? Yes. So there's obviously some of these languages have been spoken for thousands of years. Many of the codexes, there were these kind of papyrus type books. Many were burned by the Spanish conquistadors, and some of them were transcribed and translated by the monks and the religious people who were there trying to indoctrinate the local people. And so one way of indoctrinating them was to understand their culture and try and incorporate it into religion. And so that has a long history, and I've read these translations and really brought them into my own work as well. And then with the contemporary writers, some of which don't have this history of even the codexes, what I do is travel to the place, talk to the poets,
And I rely a lot on their own transcriptions, on their own translations into Spanish. But then, because I'm a translator as well, I can tell when there's a difference. Even if I don't fully speak the language, I can see, oh, but this you translated like this, and in this other poem you translated it like that, and why did he do that? And so then there's a lot of conversations around that, and he explains in lots of detail. And so it's countless hours of research and interest that goes into it. താങ്ക് യു. എൻ്റെ ഓർഡർ അനിതയുടെ കവിത കേൾക്കാം. ഞാൻ 2 കവിതകൾ വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചതാണ് ഈ പടത്തിലെ പെൺകുട്ടി എന്ന കവിത. ഈ പടത്തിലെ പെൺകുട്ടി എന്ന് പറയുന്നതിൽ ഈ പടം പലർക്കും അറിയാവുന്നതുപോലെ അജിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് 68-ലാണ്. 1968 കെ അജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നാട്ടുകാർക്ക് കാണാനായിട്ട്, പൊതുജനത്തിന് കാണാനായിട്ട് കൊണ്ട് നിർത്തി ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു രംഗമാണ്. ആ പടം മിക്കവാറും ആളുകൾ കണ്ടിട്ടുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ചിത്രം കവിതയുടെ ഭാഗമാണ്. ഈ പടത്തിലെ പെൺകുട്ടി, ഈ പടത്തിലെ പെൺകുട്ടി, പേര് കെ അജിത, പ്രായം 18. കാൽശരായിയും ജമ്പറുമിട്ട് സങ്കടപ്പെട്ട് സൂര്യൻ ഉദിക്കാതിക്കിലേക്ക് കണ്ണട്ട് പകച്ച് ആണ്ട് 68. ആണ്ട് 68. ഈ പടത്തിൽ ഈർപ്പമില്ല, പൂപ്പൽ പിടിച്ചില്ല. കാടരിച്ച് വളഞ്ഞു പിടിച്ച് നാട്ടുകാർക്ക് കാണാൻ കൊണ്ടു നിർത്തും ഈ പടത്തിലെ പെൺകുട്ടി. പക്ഷേ ഈ പടം വിട്ട് ഇറങ്ങി നടന്നു. 8 കൊല്ലം ജയിലിൽ കിടന്നു. 2 മക്കളെ പെറ്റു വളർത്തി. ചോറ് വെച്ചു, കുളിച്ചു, നനച്ചു. വക്കുനീളെ പുഴു കാർന്നു തിന്നും പച്ചില പോലിരിക്കും ഈ മണ്ണിൽ. നോവു തീണ്ടിയ നേരങ്ങൾ തോറും ഒച്ച വെച്ചു, കൈ ചൂണ്ടി വിറച്ചു, തീ പിടിച്ച പോലെ ഓടി നടന്നു. ഈ കവിത പകുതിയിൽ നിർത്തി ഫോൺ എടുത്തു ഞാൻ, നമ്പർ അമർത്തി. അജിതയല്ലേ, സുഖമല്ലേ, എല്ലാം ഓർമ്മയാണോ, മറക്കുകയാണോ? ഓർമ്മയാണ് സകലവും, ഓർമ്മയാണ് സകലവും. എൻ്റെ കുഞ്ഞിലെ പോലെ മാമടിത്തട്ടിൻ ചൂടുപോലെ പഴകിയ നോവും. തീർച്ചയുണ്ടോ വഴികളിൽ, തീർച്ചയുണ്ടോ വഴികളിൽ ആവോ കാട്ടുതാരയിൽ ചുരുപോലെന്നെ കൊണ്ടുപോകുന്നത് ഓരോ വിളികൾ. കെട്ട കാലം നിരാശയുണ്ടോ? ഇല്ല, ആശയുണ്ട്, അത് തീരുകയില്ല. നീരിനുള്ള ദാഹം പോലെ, എന്നും അന്നം തേടി എന്നും വിശക്കുന്ന പോലെ. ഈ പടത്തിൽ അവളുടെ ചുറ്റും 10 പേരുണ്ട്. പിന്നെയും ആൾക്കാർ പിന്നിലുണ്ട്, ഫ്രെയിമിൽ പെടാതുണ്ട്. കൂർത്തു കുത്തിപ്പറിക്കുന്ന നോട്ടം, കൊന്നു തിന്നാൻ കൊതിച്ചുള്ള നിൽപ്പ്. ഈ പടം കഴിഞ്ഞ് 5 നൂറ്റാണ്ടിനൊത്ത മീശയും പേശിയും തോക്കും ഉദ്ധരിക്കുന്ന ലാത്തിയുമായി 5.5 പതിറ്റാണ്ട് പോയിട്ടും ഇന്നു ഞാൻ ഈ വരികൾ എഴുതും പുല്ലുപോലുള്ള നേരം വരേക്കും. ഈ പടത്തിൽ അവൾ ഒഴിച്ചുള്ള ഒരൊറ്റ നിൽപ്പാണ് അനക്കമില്ലാതെ. ഈ പടത്തിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടു നിർത്തിയ സ്റ്റേഷൻ്റെ മുന്നിൽ കൊച്ചു അവൾ നിന്നിടം കാണാദിക്കിലേക്ക് തുറക്കുന്ന വാതിൽ. മറ്റ് രണ്ടാമത്തെ കവിത അത് പഴയ കവിതയാണ്. ഇന്നിപ്പോൾ ഈ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, ഇതുമൊക്കെ ആയിട്ട് ഒരു ലാർജർ തീം എന്ന് പറയുന്നത് അതാണ്. അപ്പം ഞാൻ ആലപ്പുഴ വെള്ളം എന്നുള്ള എൻ്റെ പഴയ കവിത ഓർത്തു അതിവിടെ ചൊല്ലാം. അത് ഞാൻ എഴുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കവിത പണ്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വന്നിപ്പോൾ ഒരുപക്ഷെ അക്കാഡമിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കവിത വായിക്കുന്നത് ഇവിടെ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ഒന്നുകൂടെ പറയാം. ഈ എഴുത്തെന്നുള്ള കവിതയിൽ ഞാൻ ജലം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അന്ന് കവി ആറ്റൂർ രവിവർമ്മ എന്നോട് എന്തിനാണ് ജലം എന്ന് എഴുതിയത്, വെള്ളം എന്ന് എഴുതിയാൽ പോരായിരുന്നോ
എന്ന് ചോദിച്ചു. ഞാനും അത് അങ്ങനെ ചിന്തിച്ചു. പക്ഷേ ചോദ്യം ഇങ്ങനെ ഉള്ളിൽ കിടന്നു. പക്ഷെ എന്തോ ഒന്ന് എൻ്റെ ഉള്ളിൽ ആ ജലം എന്നുള്ളതിനെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അത് അങ്ങനെയൊക്കെ പിന്നീട് ഉണ്ടായൊരു കവിതയാണ്. ഞാൻ ആലപ്പുഴക്കാരിയാണ്. ആലപ്പുഴ നാട്ടുകാരി, ആലപ്പുഴ നാട്ടുകാരി, കരിമണ്ണു നിറക്കാരി, കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു. കവി ആറ്റൂർ ചോദിച്ചു, വെള്ളമല്ലേ നല്ലത്? ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞോല മുടിക്കാരി, തൊണ്ടു ചീഞ്ഞ മണമുള്ള, ഉപ്പു ചേർന്ന രുചിയുള്ള, കടും ചായ നിറമുള്ള കലശു വെള്ളത്തിൻ്റെ മകൾ. ജലമെന്നാൽ അവൾക്കത് വയനാട്ടിൽ, നിളനാട്ടിൽ, മലനാട്ടിൽ, തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്, വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുൻപുള്ളത്, മണമില്ലാത്തത് മണ്ണിനാഴങ്ങൾ തരുന്നത്, നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാൺമത്, സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത്. അതിനുണ്ട് ദേവതകൾ, അതിനുണ്ട് ദേവതകൾ, അഴകുള്ള കോവിലുകൾ, നിത്യപൂജ, നൈവേദ്യം, ആണ്ടുതോറും കൊടിയേറ്റം, തുമ്പിയാട്ടും കൊമ്പന്മാർ, തുളുമ്പുന്ന പുരുഷാരം. അതിനുണ്ട് ദേവതകൾ, അഴകുള്ള കോവിലുകൾ, നിത്യപൂജ, നൈവേദ്യം, ആണ്ടുതോറും കൊടിയേറ്റം, തുമ്പിയാട്ടും കൊമ്പന്മാർ, തുളുമ്പുന്ന പുരുഷാരം. ആലപ്പുഴ പൂഴിമണ്ണ് തിരളുന്നതാണ് വെള്ളം. ആലപ്പുഴ പൂഴിമണ്ണ് തിരളുന്നതാണ് വെള്ളം. അത് കറ പിടിക്കുന്നു, നനയ്ക്കുന്നു, കുളിക്കുന്നു, അത് നൊന്ത് കിടക്കുന്നു, എഴുന്നേറ്റ് നടക്കുന്നു, ഇണവെള്ളം തീണ്ടാതെ ഉറങ്ങാതെ കിടക്കുന്നു. അരമുള്ള നാവുള്ള മെരുക്കമില്ലാത്ത വെള്ളം, അരമുള്ള നാവുള്ള മെരുക്കമില്ലാത്ത വെള്ളം, തെളിയാൻ കൂട്ടാക്കാത്ത കലക്കമാണ് അതിനുള്ളം. അവനവൻ ദേവത, അവനവൻ ദേവത, അകം പുറം ബലിത്തറ, തുഴ ചക്രം, പാട്ടുകൾ, ചങ്കുപൊട്ടി പാട്ടുകൾ, മണ്ടപോയ കൊടിമരം. ആലപ്പുഴയിലെ തെങ്ങ് കണ്ടിട്ടുള്ളവർക്കറിയാം. മണ്ടപോയ കൊടിമരം, മഞ്ഞോല ചെവിയാട്ടം. അവനവൻ ദേവത, അകം പുറം ബലിത്തറ, തുഴ ചക്രം, റാട്ടുകൾ, ചങ്കുപൊട്ടിപ്പാട്ടുകൾ, മണ്ടപോയ കൊടിമരം, മഞ്ഞോല ചെവിയാട്ടം. ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം, ചൊരിമണൽ പഴുത്ത് തീ തുപ്പുന്ന മരുക്കാലം, കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാക്കുന്ന വെള്ളം. പിഞ്ഞാണം ചരുവങ്ങൾ കോരി വയ്ക്കും കുടങ്ങൾ, പിഞ്ഞാണം ചരുവങ്ങൾ കോരി വയ്ക്കും കുടങ്ങൾ, തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന. കനാലുകൾ, ബോട്ടുചെട്ടി, കല്ലിരുമ്പു പാലങ്ങൾ, കുളം, കായൽ, വിരിപ്പായൽ, കുളവാഴപ്പൂച്ചിരി, ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം. ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു, പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിൽ ഊരുറച്ചു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിൽ ഊരുറച്ചു. എന്നിട്ടും എഴുതുമ്പോൾ, ഓർമ്മയിൽ പരതുമ്പോൾ, ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി, ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. നന്ദി. ഈ അഡ്രിയാൻ ലൂണ എടുത്ത ഒരു വളരെ ഹ്രസ്വമായ ഒരു കോൺവെർസേഷൻ അല്ല, അവരുടെ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിക്കുകയാണ്. അവരുടെ ഓക്കെ, ഒരു പക്ഷേ ഇത് ഇനി എത്ര സമയമാണ് പറയുന്നത്? ഇനി 10 മിനിറ്റാണ് ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും സംസാരിക്കാനും ഒക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇരിക്കുന്നവരുടെ സംഭാഷണത്തിലെ ആദ്യ ചോദ്യം എന്നുള്ള തരത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, പിന്നീട് ആളുകൾക്ക് സംസാരിക്കുകയും ചെയ്യാം. അതായത് what I want to ask you is about your travel in Kerala. You have spent a few weeks in Kerala. I have seen that you have traveled to places even I have not visited. You have gone to my hometown also, no? സോ മാവേലിക്കരയിലൊന്നും ഒക്കെ ഇങ്ങനെ കേരളം സന്ദർശിക്കാൻ വരുന്ന ആൾക്കാർ പോയെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കാം.
So, see, I'm asking you about your, would you elaborate a bit on your experiences in traveling through Kerala? It's great to be in Kerala. It has a place in our heart. We were here just before the pandemic, so we traveled a little bit in Kannur, Chenganur, a little bit on the coast, Trivandrum. But this is the first time that we're in Thrissur. Also the first time I was in Calicut. So that was very exciting. We were talking about it yesterday in terms of like eco-poetics or whatever, this awareness of the environment and to see so many crows. I have never seen so many crows in one place because they're not like pigeons or seagulls, but it's so many crows, this sea. And it's a great exciting kind of like landscape because it's very sonic. So many of the kaka come from that experience as well. And then we traveled to the mountain in Vagamon. And yeah, we were saying it was also so many sounds of birds, but also insects. And also it's like how do you place yourself in relation to that? And what can you learn from it? And how can you resonate with it? And we were discussing about the kites as well, wasn't it, on the beach? Yeah, in Calicut there was a man, maybe many of you are aware, and told us, feeding the kites, but also maybe breathing with the kites. And this idea, we were told, that you can breathe at the same rate as the kites, the birds, to bring them. And then we were thinking about other respiration rates, to breathe with the cows or the insects or the caterpillars or the snakes. I think they have a slower heartbeat. But this idea of respiration with the environment really struck us. But our experience in Kerala has been amazing, and people have been very friendly. It's been fantastic to meet all the Malayalam poets, and also seeing how food is integrated into the landscape here. I think in Britain, often food production is somehow cordoned off into horticultural sectors, and traveling through Kerala, there's always coconuts, bananas, rubber trees, pineapples. It seems part of the landscape which is somehow integrated with food production in the area. So thank you very much. We're very happy to be here. Thank you to Literature Across Frontiers as well, and to the festival, and to everyone. Yeah, thank you everybody. It's been really exciting, and Kerala has been really lovely. Also, as a Chilean, I was very excited and surprised to meet so many Malayalam poets and writers that knew so much about Chilean literature. Not only like Neruda and also maybe Nicanor Parra, but also like Enrique Lin and some singers like Victor Jara, Violeta Parra. We even ended up singing and saying the poems in both languages. So that was very exciting, and I felt really, I felt very close to the people. It was really beautiful. Thank you. So we have a question from the audience. How do you translate, it is to Juana, how do you translate from the accent rhythms and the nuances of the oral tradition in the fluid Mexican scape, where disasters abound? I think it's really important to pay attention to the rhythm of the words. So maybe I can't replicate this thing like huba, like these kind of tonal sounds that the other language has, but I can play with the rhythm and the line breaks and the punctuation and maybe alliteration. So I don't know, using a few words that start with a P, like pa 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 pa, or something like this, just to kind of recreate a certain effect and especially bring attention to the kind of elements that are unfamiliar to us. So not trying to make it sound like standard English, but make it a little bit strange as well. If no question, നമുക്ക് അവസാനിപ്പിക്കാം. അതിനുമുമ്പ് അലക്സാണ്ടറയ്ക്ക് ഒരു രണ്ട് വാക്ക് നന്ദി സൂചകമായി സംസാരിക്കണമെന്നുണ്ട്.
അവിടെ നിന്ന് ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് Yes, thank you for being here still, because I'm aware that we really started very late and we're running over time quite seriously. But I would like to use this opportunity to thank the organizers, to thank the legendary K. Sachidanandan, who I've known for so many years and who extended his invitation to us to come here. And I would also like to thank the sponsors who made it possible for us to be here, and that is the Four Nations International Fund, which is administered by the Scottish Arts Council, and the Wales Arts International Fund. Without them, we wouldn't be here. And it's a wonderful project which will continue. We're really just at the beginning of it, and the poets are here at this point for a month, and we'll see where it's going to take us. So maybe next year they will come back with a complete show. എല്ലാവരും പോണതിന് മുമ്പേ നമ്മൾ ആ കവികളുടെ പേരൊന്നും പറയാതെ ഭാഷ ഒന്നും പറയാതെ എല്ലാവരും ഓരോ വരി കവിത ചൊല്ലി ആണ് നമ്മൾ പിരിയുന്നത്. സ്റ്റാർട്ട് ഫ്രം യു. Me dijo el gallo, crecerá mi palabra cada día hasta que tiemble tu corazón y dejes de agachar la cabeza. Cada mañana grito al mundo, no quiero que ningún hermano se deje. Escuchen las estrellas, que tu mano da fuerza a la tierra que te dejaron. Nunca vendas las flores contadas donde lloraron tus padres, ni el camino del venado que te enseñó la abuela. പറമ്പിൽ അവിടെയും ഇവിടെയും ഇരുന്ന് കുഞ്ഞിത്തവളകൾ കരയും, കഞ്ഞിതാമേ കഞ്ഞിതാമേ. അപ്പോൾ വീടിൻ്റെ മൂലകളിൽ നിന്നും മണാട്ടിത്തവളകൾ ആശ്വസിപ്പിക്കും, തരാം മക്കളെ തരാം മക്കളെ. ഞാൻ കീശയമർത്തി നോക്കി, കീശ കരഞ്ഞില്ല, ചിരിച്ചില്ല. കാട്ടുമാനിൻ്റെ ഒച്ചകളും കാട്ടുപന്നിയുടെ മുരയിലും എൻ്റെ കുട്ടികളെ കൊതിപ്പിക്കുകയാണ്. ആ പച്ചയായിരുന്നു എൻ്റെ പച്ച. പക്ഷേ അവസാനത്തെ യുദ്ധത്തിലായിരുന്നു എൻ്റെ കാട്ടുമരുന്ന് തീർന്നത്. സുകുമാരൻ. Ser una constelación, to be a constellation, ser una migración, to be a migration, ser una llegada inminente, ser uno con nuestros ancestros, to be one with our ancestors. Presence that belongs to the trees, harmony from the diaphragm, in and out, in and out, in and out from the lungs.